നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് എനിക്ക് ലാസ്റ്റ് ഒരു 2 to 3 days ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ലാസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബുദ്ധപൂർണിമ ദിനത്തിൽ നടക്കുന്ന ഹീലിങ്ങിനെ പറ്റിയിട്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അതിൽ കോമൺ ആയിട്ട് കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസിനെ എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഞാൻ വായിക്കാൻ നിന്ന ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഇതിൽ എന്തിനാണ് ആക്ച്വലി ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയ്സിൽ ഹീലിംഗ് കൊടുക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഫുൾ മൂൺ ഡേയ്സിനെ പറ്റിയിട്ടും ന്യൂ മൂണിനെ പറ്റിയിട്ടും എനിക്ക് തോന്നുന്നു ഒരു 3-4 വീഡിയോസ് അതിനുവേണ്ടി മാത്രമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബുദ്ധപൂർണിമ എന്ന് പറയുമ്പോൾ ബുദ്ധ ഭഗവാന്റെ ജനനദിനം, അതായത് ജന്മദിനമാണ്. അതിനോടൊപ്പം അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ഡേ ആണ്. അദ്ദേഹം മരണപ്പെട്ടതും ഇതേ വൈശാഖ മാസത്തിൽ പൂർണിമ ദിനത്തിലാണ് മരണപ്പെടുന്നത്. സോ ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു ദിവസവും അതിനോടൊപ്പം ഫുൾ മൂണും കൂടെ ആയതുകൊണ്ടാണ് അന്ന് ഈ രീതിയിലൊരു ഹീലിംഗ് കൊടുക്കുന്നത്. ഇനി എന്താണ് ക്ലെൻസിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലെൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ചക്രാസ്, അതായത് ഒരു ഹ്യൂമൻ ബോഡിയിൽ 576 ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ള 7 ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. ചക്രങ്ങളെ പറ്റിയിട്ട് ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓരോ ചക്രാസിനെ എടുത്തിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. കാരണം ഇപ്പോഴും ചക്രങ്ങളുടെ പൊസിഷനും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് അറിയാണ്ട് ക്ലാസ് കൊടുക്കുമ്പോഴായിക്കൊള്ളട്ടെ, അറ്റോൺമെൻറ്റിൻ്റെ ഒക്കെ ഈവൻ എൻ്റെ സ്റ്റുഡൻസ് തന്നെ ആണെങ്കിൽ അവർക്ക് ഏതാണ് ചക്ര, ഇതിൻ്റെ സ്ഥാനം ഏതാണെന്ന് മനസ്സിലാത്ത ആളുകളുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ആദ്യമായിട്ട് വീഡിയോ ആയിട്ട് ചെയ്തു തന്നത്. സോ അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 7 ചക്രങ്ങളിൽ ഉള്ള എല്ലാ അഴുക്കുകളും, അതായത് എല്ലാ ഡേർട്ട്സും മാറ്റിയിട്ട്, എല്ലാ ബ്ലോക്കുകളും മാറ്റിയിട്ട് പ്യൂരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഹീലിങ്ങിലൂടെ ക്ലെൻസിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് മന്ത്രങ്ങൾ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാം, റേക്കി ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാം, മെഡിറ്റേഷനിലൂടെയൊക്കെ ക്ലെൻസ് ചെയ്യാം. പക്ഷേ ഇവിടെ റേക്കി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് ഫാസ്റ്റ് റിസൾട്ടായിരിക്കും. അതുകൊണ്ടാണ് റേക്കി ഉപയോഗിച്ചിട്ട് ചെയ്തു തരുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുക. പിന്നെയെന്ന് വെച്ചാൽ ഈ ഫുൾ മൂണിനും ന്യൂ മൂണിനും നമ്മുടെ എനർജീസിൽ ഇൻബാലൻസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. സോ അത് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ദിവസം നിങ്ങൾക്ക് ക്ലെൻസിങ് ചെയ്ത് തരുന്നത്. നമ്മുടെ ഓറ ഡേർട്ട് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചക്രാസിനെ അത് ബാധിക്കും. കാരണം ചക്രയും ഓറയും തമ്മിൽ കണക്റ്റഡ് ആണ്. 7 ലെയേഴ്സ് ഉണ്ട് ഓറയ്ക്ക്. നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ചുറ്റുമുള്ള 7 ലെയേഴ്സുള്ള ഓറയാണ് ഉള്ളത്. സോ ഈ 7 ലെയേഴ്സും 7 ചക്രങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓറയിൽ ഡേർട്ട് ഉണ്ടാകുമ്പോൾ അത് ചക്രയെ ബാധിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ആ ചക്രയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും വന്ന് ചേരും. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, ബോഡിയിലുള്ള ചക്രങ്ങളെ ക്ലെൻസ് ചെയ്താൽ എങ്ങനെയാണ് ബ്ലെസ്സിങ്സ് വരിക എന്ന്. അതും എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ 7 ഊർജ്ജ കേന്ദ്രങ്ങൾ ഒരു മനുഷ്യൻ്റെ എല്ലാ തലങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഫൈനാൻഷ്യൽ, മെൻ്റൽ, ഫിസിക്കൽ, ഇമോഷണൽ തുടങ്ങി എല്ലാ തലങ്ങളായിട്ട് നമ്മുടെ ബോധം, നമ്മുടെ അറിവ്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ദഹന പ്രക്രിയകൾ, നമ്മുടെ ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളുമായിട്ട് ഈ ചക്രങ്ങൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ ചക്രങ്ങളെ നിങ്ങൾ ക്ലെൻസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത്, റേക്കി വെച്ചിട്ട് എനർജൈസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഇത്തരം സ്പെഷ്യൽ ഡേയ്സിൽ അത് കൊടുക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് നല്ല രീതിയിലേക്ക് ബ്ലെസ്സിങ്സിനെ കൊണ്ടുവരാൻ സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് ക്ലെൻസിങ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്,
ഏത് പ്രായക്കാർക്കാണ് ഇത് സ്വീകരിക്കാൻ പറ്റുക, ഏത് പ്രായത്തിലുള്ള ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം, പീരീഡ്സ് സമയമാണെങ്കിലും സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ ടൈം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടൈം ഞാൻ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് വെറുതെ ഒരു കഥ കേട്ട് പോകുന്ന പോലെ ആയി പോകരുത്, ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ നമ്മൾ സമയവും കാര്യമൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം മെയിൽ അയച്ചിട്ടൊക്കെ സമയം പറയൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് റിപ്ലൈ തരാണ്ടിരിക്കാനും പറ്റില്ല. ഒന്ന് ആ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തരം സംശയം നിങ്ങൾക്ക് വരില്ല. മെയ് 23 രാത്രി 10 മണിക്കാണ് നിങ്ങൾക്ക് ഹീലിംഗ് തരുന്നത്. ഒരു ഹാഫ് ആൻ അവർ ഹീലിങ്ങേ വരുന്നുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് റെഡിയായിട്ട് നിൽക്കാം. ഓക്കെ, റെഡിയായിട്ട് നിങ്ങൾക്ക് ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ഹീലിംഗ് സ്വീകരിക്കാം. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എനിക്ക് മെയിൽ അയക്കുന്ന ആളുകൾക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർക്കാണോ താല്പര്യമുള്ളത് അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനി വേറൊരു കാര്യം എൻ്റെ അടുത്ത് 2 കാര്യം എനിക്ക് പറയാനുണ്ട് മെയിനായിട്ട്. ഇത് ഞാൻ ഓൾറെഡി ഒരുപാട് ഡൗട്ട് ക്ലിയറിങ് വീഡിയോസിൽ പറഞ്ഞ സെയിം കാര്യമാണ്. വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതിന് എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കമൻറ്റ് ബോക്സിലിട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇത്രയും നല്ലൊരു ദിവസത്തിൽ, അതായത് ബുദ്ധപൂർണിമ ദിനത്തിൽ ഇങ്ങനെ ഒരു ഹീലിംഗ് കൊടുക്കണം, അന്നെങ്കിലും മാമിന് അതൊന്ന് ഫ്രീ ആയിട്ട് കൊടുത്തൂടെ, അതാണ് ബുദ്ധ ഭഗവാനും ഇഷ്ടം എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്, ഏത് സ്പെഷ്യൽ ഡേ ആണെങ്കിലും എത്ര പ്രധാനപ്പെട്ട ദിവസമാണെങ്കിലും എല്ലാവരുടെ സമയത്തിനും വിലയുണ്ട്. എൻ്റെ സമയത്തിനും നിങ്ങളുടെ സമയത്തിനൊക്കെ. എന്തിനാണ് പൈസ പേ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് രേഖയുടെ നിയമമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, ഇല്ലേ? രേഖയുടെ നിയമമാണ് എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് രേഖി ഊർജ്ജ ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള രേഖി എന്ന് പറയുന്ന ആ പവറിനെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളിൽ നിന്നും ആദ്യം ഒരു ദക്ഷിണ വാങ്ങുന്നത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് എനർജി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു നിയമമായതുകൊണ്ട് തന്നെ എനർജി എക്സ്ചേഞ്ച് വാങ്ങിക്കുക. എൻ്റെ സമയത്തിനൊരു വാല്യൂ ഇല്ലേ? ഇത്രയും പേർക്ക്, ഒരുപാട് പേര് വരുന്നുണ്ട്, ഇത്രയും പേർക്ക് ഒരുമിച്ചിട്ട് ഞാൻ ആ അരമണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഹീൽ ചെയ്ത് തരുന്നില്ലേ? എൻ്റെ അടുത്ത് ഹീലിംഗ് എടുത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും. നിങ്ങൾ കമൻറ്റ് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഓരോരാൾക്കും കിട്ടുന്ന മാറ്റങ്ങൾ അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ രേഖ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെറും ഒരു മീഡിയം മാത്രമാണ്. ആ മീഡിയം ആയിട്ട് ഇരിക്കുന്ന എൻ്റെ സമയത്തിനൊരു വിലയില്ലേ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് കിട്ടുമ്പോഴും നമുക്കതിനോടൊരു താല്പര്യം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് നിങ്ങൾ എന്തുമാത്രം വാല്യൂ കൽപ്പിക്കും എന്നുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സ്റ്റോണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതും ഒരു ഡയമണ്ടിൻ്റെ സ്റ്റോണും നിങ്ങളെങ്ങനെയായിരിക്കും അതിനെ കരുതി വയ്ക്കുക, അല്ലെങ്കിൽ അതിനെങ്ങനെയായിരിക്കും നിങ്ങൾ കീപ്പ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെയാണ് രേഖി. എന്നെ സംബന്ധിച്ച് രേഖി ഒരു ഡയമണ്ടാണ്. അതിനേക്കാളും വാല്യൂ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് രേഖിക്ക് തന്നെയാണ്, മറ്റെന്തിനേക്കാളും. കാരണം ഞാനാക്കിയത്, എനിക്ക് ഇത്രയും എന്താ പറയുക, എൻ്റെ ലൈഫിന് ഇത്രയും വാല്യൂ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് രേഖയാണ്. ആ രേഖി വെച്ചിട്ട് ഞാൻ ഇത്രയും പേർക്ക് ഹീലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഞാനല്ല ചെയ്യുന്നത്, രേഖയാണ് ചെയ്യുന്നത്. ആ രേഖയ്ക്കൊരു വിലയില്ലേ? അപ്പം നമുക്ക് പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ പൈസ വാങ്ങാതെ, ഈവൻ എൻ്റെ സ്റ്റുഡൻസിനോടായാലും എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തരുന്നതും രേഖി പഠിച്ച എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് പൈസ വാങ്ങാണ്ട് നമുക്ക് രേഖി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ അത് മനസ്സിലാക്കുക. ഞാൻ എത്രയോ തവണ പറഞ്ഞു തന്നതാണ്. പിന്നെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് 2000 3000 ഒക്കെ വാങ്ങിയിട്ട് ഹീലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് ഒറ്റ ദിവസത്തേക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എന്തായാലും അത്രയൊന്നും വാങ്ങുന്നില്ല.
ആകെ 222 രൂപ മാത്രമാണ് ഒരാളിൽ നിന്നും വാങ്ങിക്കുന്നത്, അതും അരമണിക്കൂർ നേരത്തേക്ക്. നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു OP ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർക്ക് നിങ്ങൾ എത്ര പൈസ കൊടുക്കും? പല ഡോക്ടേഴ്സിനും പല ഫീയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ. അവരുടെ അടുത്ത് നിങ്ങളിങ്ങനെ ബാർഗെയിൻ ചെയ്യുമോ? അതുപോലെ തന്നെയാണ് റേക്കി, അല്ലെങ്കിൽ അതിനേക്കാളും മേലെയാണ് റേക്കി. സോ അത് മനസ്സിലാക്കുക. എനിക്ക് ഇതിൽ ഒരു ഡിസ്കൗണ്ടും ചെയ്തു തരാൻ പറ്റില്ല, കാരണം അത്രയും പൈസ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നിങ്ങളുടെ എല്ലാ ചക്രങ്ങളുമാണ്, അല്ലാണ്ട് ഒരു ചക്ര അല്ലെങ്കിൽ 2 ചക്ര എന്നല്ല. നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ബ്ലെസ്സിങ്സും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു തരുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. ആരെയും ഹേർട്ട് ചെയ്യുന്നതല്ല, അതുകൂടി എടുത്ത് പറയണം. ആരെയും ഹേർട്ട് ചെയ്യുന്നതല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, എന്നിട്ടും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കാണാത്തതുകൊണ്ടാവാം, അങ്ങനെ ആവാം. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഫോൺ നമ്പർ തരാത്തതിൻ്റെ പിന്നിലുള്ള കാരണം പറഞ്ഞു തരാം. എൻ്റെ തന്നെ ആരാണെന്ന് എനിക്കറിയില്ല, പേര് പോലും എനിക്കറിയില്ല. ആളുകൾ മെയിൽ അയക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ പേര് വെക്കണം. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുക? നിങ്ങളുടെ പേര് വയ്ക്കുക, നിങ്ങളുടെ നമ്പർ എനിക്ക് വയ്ക്കുക. ആദ്യം എന്ത് ചെയ്യും? മാം എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, മാം വിചാരിച്ചാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, തീർന്നു. ഇതാണ് മെയിൽ. ഞാൻ എങ്ങനെ തിരിച്ച് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും? ഞാൻ വീണ്ടും അങ്ങോട്ട് മെയിൽ അയക്കണം, പ്ലീസ് നിങ്ങളുടെ നമ്പർ വയ്ക്കൂ, നിങ്ങളുടെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴായിരിക്കും അടുത്ത മെയിൽ വരിക, സോറി മാം നമ്പർ വെക്കാൻ മറന്നുപോയി. നമ്പർ വയ്ക്കും, പേരുണ്ടാവില്ല. വീണ്ടും ഞാൻ മെയിലിൽ അങ്ങോട്ട് അയക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാണ്ട് നിൽക്കാം, പക്ഷെ ഞാൻ അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ദയവ് ചേർന്നിട്ട് നിങ്ങൾ മെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും വയ്ക്കുക. ഇനി മെയിനായിട്ടുള്ള കാര്യം, ഈ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് നമ്പർ വയ്ക്കാൻ ചോദിക്കുന്ന നമ്പർ വയ്ക്കാൻ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കോമൺ ആയിട്ട് നമ്പർ വെച്ചാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ നേരമുണ്ടാവില്ല. സീരിയസ് ആയിട്ട് പറയുകയാണ്, ഒന്നും ചെയ്യാൻ നേരമുണ്ടാവില്ല. കാരണം അല്ലാണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്, പുതിയ സ്റ്റുഡൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ് മണിറയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അവർക്കുള്ള ക്ലാസ് കൊടുക്കണം, അവർക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കോമൺ ആയിട്ട് ഹീലിങ്ങിന് വരുന്ന ആളുകളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. വീഡിയോ ചെയ്യണം. അതിനോടൊപ്പം ഇങ്ങനെ മെയിൽ അയക്കണ ആളുകളുണ്ട്, അതായത് എല്ലാ ഡീറ്റെയിൽസൊക്കെ വെച്ച് അയക്കണം. അവരെ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. രേക്കിയുടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. രേക്കിയുടെ അറ്റോൺമെൻ്റ് അല്ല, ക്ലാസ്. അതായത് വേറെ ഗുരുക്കന്മാരുടെ പഠിച്ച ആളുകൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാ സഹായവും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു തരുന്നുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ എനിക്കൊരു ഫാമിലി ഉണ്ട്, എനിക്ക് 2 കുട്ടികളുണ്ട്. സോ ഇവരുടെ കാര്യം നോക്കണം, എൻ്റെ വീട് നോക്കണം. ഇതിനെല്ലാം ഇടയിൽ ഞാൻ ആ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ വെച്ചാൽ തീർച്ചയായും ആ ഏത് വീഡിയോയിലാണോ ഞാൻ ആ നമ്പർ വെച്ചത്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെങ്ങാണ്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങും. ഇതിപ്പോൾ മെയിൽ അയക്കുക എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യമായ ആളുകൾ മാത്രമേ മെയിൽ അയക്കൂ. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്യാവശ്യമായിട്ടുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എനിക്ക് മെയിൽ അയക്കുള്ളൂ. അതല്ലാണ്ടുള്ള ആളുകൾ വേണ്ടാണ്ട് വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ അതുകൊണ്ടാണ് നമ്പർ ഒന്നാമത് വെക്കാത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ ലാൻഡ് നമ്പറെങ്കിലും വെക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരാൾ വിളിച്ചിട്ട് എന്താ പറയുക, എൻ്റെ അടുത്ത് മോശമായിട്ടൊന്നുമല്ല, ആൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നു, നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കുമോ, വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഇനി ലാൻഡ് നമ്പർ കൂടി അതും കൂടെ ഞാൻ ഒഴിവാക്കും, അതും ഞാൻ തരില്ല എന്ന്. അപ്പോൾ അത്യാവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അതുകൊണ്ടാണ് എത്തിയത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോസിലും എൻ്റെ നമ്പർ വെക്കാത്തത്. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ മെയിൽ അയക്കുന്ന സമയത്ത് നിർബന്ധമായും നിങ്ങളുടെ പേരും നമ്പർ വെക്കാൻ ശ്രമിക്കുക. ഇത് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. സോ നാളത്തെ ഈ ഒരു ബുദ്ധപൂർണിമ ദിനത്തിലുള്ള ഹീലിങ്ങിൻ്റെ കാര്യം നിങ്ങൾക്ക്
വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെയിൽ അയയ്ക്കുക, വേറെ വഴിയില്ല, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.